ഡിഡ് വെർബ് ഉപയോഗിക്കണോ ഹാഡ് ഉപയോഗിക്കണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്? എപ്പോഴാണ് ഇവ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട എന്നാൽ എളുപ്പം മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സാധാരണ ഇപ്പോൾ നമ്മൾ പറയണം അവൻ ജർമ്മനിക്ക് പോയി. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും നന്നായിട്ടറിയാം, പോകുക എന്നുള്ളത് ഗോയാണ്. ഗോയുടെ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഗോയുടെ ഡിഡ് ഫോമായ വെൻറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അവൻ ജർമ്മനിക്ക് പോയി, ഹി വെൻറ്റ് ടു ജർമ്മനി, നമുക്കറിയാം അല്ലേ? എന്നാൽ അതുപോലെ അവൾ ഇംഗ്ലീഷ് പഠിച്ചു. ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചു, ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. സ്റ്റഡീഡ് ഡിഡ് വെർബാണ് സ്റ്റഡീഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ ഒരു രണ്ട് പേരുടെയും നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മുമ്പ് കഴിഞ്ഞു, അത് ഓക്കെയാണ്. ആ രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞു, നമുക്കത് ക്ലോസ് ആയി. അവിടെ നമ്മൾ ഡിഡ് വെർബ് യൂസ് ചെയ്തു, ഒരു സംശയമില്ല. അവിടെ നമുക്ക് മറ്റൊന്നും തന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു റെഫറൻസും ഒന്നും പറയുന്നില്ല. അത് മുമ്പ് കംപ്ലീറ്റായി പോയി അല്ലെങ്കിൽ പോയിരുന്നു അല്ലെങ്കിൽ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചിരുന്നു എന്ന് പറയുന്ന രീതി ആയതുകൊണ്ട് ഡിഡ് വെർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ എവിടെയാണ് ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഡിഡ് പോലെ ഹാഡ് യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന ഒരു സംശയം നമുക്ക് വരാറുണ്ട്. ഇവിടെയാണ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് നടക്കുകയും അതിൽ ആ രണ്ട് കാര്യവും ഒരുപോലെ നമ്മൾ പാസ്റ്റ് ഫോമിലല്ല പറയേണ്ടത് അല്ലെങ്കിൽ ഡിഡ് വെർബിലല്ല പറയേണ്ടത്. മറിച്ച് ആദ്യം നടന്ന കാര്യത്തെ നാം ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുകയും രണ്ടാമത് നടന്ന കാര്യത്തെ ഡിഡ് വെർബ് യൂസ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാൻ പറയാണ്, അവൻ ജർമ്മനിക്ക് പോകുന്നതിനു മുൻപ് ജർമ്മൻ ഭാഷ പഠിച്ചിരുന്നു. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു അവൻ ജർമ്മനിക്ക് പോയി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവൻ ജർമ്മനിക്ക് പോയി എന്ന് പറഞ്ഞപ്പം ഹി വെൻറ്റ് ടു ജർമ്മനി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് എന്തു പഠിച്ചു എന്നാണ് പറഞ്ഞത്? ജർമ്മൻ ഭാഷ പഠിച്ചിരുന്നു. അപ്പോൾ അതിനു മുമ്പ് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞ കാര്യം ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പാണ് സംഭവിച്ചത്. അപ്പം നമ്മൾ അവിടെ മനസ്സിലാക്കുക, ജസ്റ്റ് യു ലിസൺ ദിസ് എക്സസൈസ്. ഹി ഹാഡ് ലേൺഡ് അല്ലെങ്കിൽ ഹി ഹാഡ് സ്റ്റഡീഡ് ജർമ്മൻ ലാംഗ്വേജ് ബിഫോർ ഹി വെൻറ്റ് ടു ജർമ്മനി. അവൻ ജർമ്മനിക്ക് പോയി. അപ്പോൾ അവൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് അവൻ എന്ത് പഠിച്ചിരുന്നു? അവൻ ജർമ്മൻ ഭാഷ പഠിച്ചിരുന്നു. ഹി ഹാഡ് സ്റ്റഡീഡ് ജർമ്മൻ ലാംഗ്വേജ്. ഈ ഒറ്റ എക്സാമ്പിളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും എങ്ങനെയാണ് ഈ ശൈലിയെ ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഹി വെൻറ്റ് ടു ജർമ്മനി. അത് എന്താണ്? രണ്ടാമതാണ് സംഭവിച്ചത്. ആദ്യം അവൻ ചെയ്തത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണ്, അതും കഴിഞ്ഞ കാലത്താണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഹി ഹാഡ് സ്റ്റഡീഡ് ജർമ്മൻ ലാംഗ്വേജ് ബിഫോർ ഹി വെൻറ്റ് ടു ജർമ്മനി. Okay, he had studied German language or German before he went to Germany. എക്സാമ്പിൾ പിടികിട്ട് കാണുമല്ലോ. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു അവൾ ഇംഗ്ലീഷ് പഠിച്ചു. ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ പറയാണ് അവൾ ബ്രിട്ടനിൽ എത്തിയ ശേഷം ഇംഗ്ലീഷ് പഠിച്ചു. അപ്പം ഇംഗ്ലീഷ് പഠിച്ചത് ഫസ്റ്റാണോ രണ്ടാമതാണോ? രണ്ടാമതാണ്. ആദ്യം ചെയ്തത് ബ്രിട്ടനിൽ എത്തുകയാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാം, ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് അല്ലേ, ആഫ്റ്റർ ഷീ ഹാഡ് അറൈവ്ഡ് ബ്രിട്ടൻ. അവൾ ബ്രിട്ടനിൽ എത്തിയ ശേഷം, അവൾ ചെന്നതിന് ശേഷം. അപ്പോൾ ഫസ്റ്റ് അവൾ ബ്രിട്ടനിൽ എത്താണ്. അപ്പോൾ ഷീ ഹാഡ് അറൈവ്ഡ് ബ്രിട്ടൻ. എപ്പോഴാണ്? ആഫ്റ്റർ ഷീ ഹാഡ് അറൈവ്ഡ് ബ്രിട്ടൻ അവൾ എന്ത് ചെയ്തു? ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൾ രണ്ടാമതാണ് ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് നടക്കുമ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യം എന്താണ്? ഹാഡ് പ്ലസ് V3 ഉപയോഗിച്ചും രണ്ടാമത് നടക്കുന്ന കാര്യം ഡിഡ് വെർബ് യൂസ് ചെയ്തും
പറയുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കി തന്നെ വെക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അവൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് ജർമ്മൻ പഠിച്ചിരുന്നു. ഹി ഹാഡ് സ്റ്റഡീഡ് ജർമ്മൻ ബിഫോർ ഹി വെൻറ്റ് ടു ജർമ്മനി. രണ്ടാമത് പറഞ്ഞതോ, അവൾ ബ്രിട്ടനിൽ എത്തിയ ശേഷം ഇംഗ്ലീഷ് പഠിച്ചു. ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ആഫ്റ്റർ ഷീ ഹാഡ് അറൈവ്ഡ് ബ്രിട്ടൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ധാരാളം രീതിയിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അത് തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് ജർമ്മനിയിൽ എത്തിയ ശേഷമാണ്, എത്തുന്നതിന് മുമ്പാണ് ജർമ്മൻ പഠിച്ചത്. രണ്ടാമത് ബ്രിട്ടനിൽ എത്തിയ ശേഷമാണ് ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും. അതായത് ഫസ്റ്റ് പറഞ്ഞതിനകത്ത് ഹാഡ് പ്ലസ് വി ത്രീ എവിടെ യൂസ് ചെയ്തെന്നും സെക്കൻഡ് പറഞ്ഞതിനകത്ത് ഹാഡ് പ്ലസ് വി ത്രീ എവിടെ യൂസ് ചെയ്തെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഡിഡ് വെർബും ഹാഡ് പ്ലസ് വി ത്രീ അല്ലെങ്കിൽ ഹാഡ് വെർബും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ വീണ്ടും നമുക്ക് കടന്നു വരാം. അവൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് ജർമ്മൻ പഠിച്ചിരുന്നു. അവൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് ജർമ്മൻ പഠിച്ചിരുന്നില്ല എന്നാണെങ്കിൽ ഹി ഹാഡ് നോട്ട് ലേൺഡ് ജർമ്മൻ ബിഫോർ ഹി വെൻറ്റ് ടു ജർമ്മനി. എന്നാൽ അവൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് ജർമ്മൻ പഠിച്ചിരുന്നോ എന്നാണെങ്കിലോ ഈ ഹാഡിനെ ആദ്യം എഴുതുക. ഹാഡ് ഹി ലേൺഡ് ജർമ്മൻ ഓർ ഹാഡ് ഹി സ്റ്റഡീഡ് ജർമ്മൻ ബിഫോർ ഹി വെൻറ്റ് ടു ജർമ്മനി. വീണ്ടും അവൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് ജർമ്മൻ പഠിച്ചിരുന്നില്ലേ. അപ്പം നമ്മൾ മുമ്പേ എഴുതിയ ഹാഡ് നോട്ട് ആദ്യം എഴുതുക. ഹാഡ് നോട്ട് ഹി ലേൺഡ് സ്റ്റഡീഡ് ജർമ്മൻ ബിഫോർ ഹി വെൻറ്റ് ടു ജർമ്മനി. ഓക്കെ ആണോ? അപ്പം ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യനും സെൻറ്റൻസുകളും ഹാഡ് പ്ലസ് വി ത്രീയും ഡിഡ് വേർബും യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഏതെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ കാലത്ത് പൂർത്തിയായി എന്ന് പറയുമ്പോൾ അവിടെ ഡിഡ് വെർബും, ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഹാഡ് പ്ലസ് വി ത്രീ യൂസ് ചെയ്തും രണ്ടാമത് നടന്ന കാര്യം ഫസ്റ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം നടന്ന കാര്യം ഹാഡ് പ്ലസ് വി ത്രീ ഉപയോഗിച്ചും രണ്ടാമത് നടന്ന കാര്യം ഡിഡ് വേർബ് യൂസ് ചെയ്തും എഴുതുക. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും സംസാരിക്കുമ്പോഴൊക്കെയും നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറയാണ്, ഡോക്ടർ വന്നപ്പോഴേക്കും രോഗി മരിച്ചു കഴിഞ്ഞിരുന്നു. ഡോക്ടർ വന്നപ്പോഴേക്കും, അപ്പം ആദ്യം നടന്നത് രോഗി മരിച്ചതാണ് ഓർക്കുക, രണ്ടാമതാണ് ഡോക്ടർ എത്തിയത്. അപ്പോൾ അവിടെ എങ്ങനെ പറയാം, രോഗി മരിച്ചു എന്ന് പറയുമ്പോൾ ഡൈഡ് ആണ് അല്ലേ. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. ഓക്കെ, ഇവിടെയും ശ്രദ്ധിക്കുക, ഹാഡിൻ്റെ കൂടെ വി ത്രീ ഫോം ആണ്. ഇപ്പോൾ ഈറ്റ് ആണെങ്കിൽ ഏറ്റ് ഈറ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഏറ്റെന്നും ഐ ഹാഡ് ഈറ്റണം എന്നും ആണ് പറയുന്നത്, അത് ഓർത്തോണം. ഓക്കെ, അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പോൾ ഡോക്ടർ വന്നപ്പോഴേക്കും, ഡോക്ടർ രണ്ടാമതാണ് വന്നത്, അപ്പോൾ ഡോക്ടർ അറൈവ്ഡ്. രോഗി മരിച്ചു കഴിഞ്ഞു, പേഷ്യൻ്റ് ഹാഡ് ഡൈഡ്. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. ഇനി ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൾ പോയിക്കഴിഞ്ഞിരുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൾ പോയിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അവൾ പോയതല്ലേ ആദ്യം. അപ്പം വെൻ ഐ അറൈവ്ഡ് ഷീ പോയിക്കഴിഞ്ഞു ആണ് ഓൾറെഡി. ഷി ഹാഡ് ഓൾറെഡി ഗോൺ ദെയർ. ഷി ഹാഡ് ഗോൺ ദെയർ അത് മതി. ഞാൻ എത്തിയപ്പോഴേക്കും അവൾ പോയിക്കഴിഞ്ഞു. വെൻ ഐ അറൈവ്ഡ് ഷി ഹാഡ് ഗോൺ ദെയർ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. വളരെ ചെറിയ എക്സാമ്പിൾസ് കൊണ്ടാണ് വളരെ വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉൾപ്പെടുത്തിയ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ, ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ തന്നിരിക്കുന്ന എക്സർസൈസ് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എക്സർസൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവളുടെ സുഹൃത്തുക്കൾ വന്നപ്പോൾ അവൾ ജോലി പൂർത്തിയാക്കി. അവളുടെ സുഹൃത്തുക്കൾ വന്നപ്പോൾ അവൾ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ, പോലീസ് എത്തുന്നതിന് മുമ്പ് കള്ളൻ രക്ഷപ്പെട്ടിരുന്നു. പോലീസ് എത്തുന്നതിന് മുമ്പ് കള്ളൻ രക്ഷപ്പെട്ടിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൾ ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ്
അവൻ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവൾ ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് അവൻ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.